നമസ്കാരം. അച്ഛന്റെ ആത്മഹത്യക്ക് കാരണക്കാരായവരെ നിയമത്തിന്റെ മുന്നിലെത്തിക്കാൻ ദൃഢപ്രതിജ്ഞയെടുത്ത രണ്ട് പെൺമക്കൾ. മുണ്ടേൽ രാജീവ് ഗാന്ധി റെസിഡൻസ് വെൽഫെയർ സഹകരണ സംഘം പ്രസിഡന്റായിരുന്ന മുണ്ടേല മോഹനന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിട്ടുള്ള ആളുകൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മക്കളായ ഡോക്ടർ കൃഷ്ണയും കൃപയും രംഗത്ത് വരുന്നത്. MBBS കഴിഞ്ഞ ഡോക്ടർ കൃഷ്ണ PG പ്രവേശന പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെന്നൈ VITയിൽ PhD ചെയ്യുകയാണ് കൃപ. അച്ഛൻ സ്വന്തം ജീവൻ ബലി നൽകിയപ്പോൾ ഇതിലേക്ക് നയിച്ച ആളുകൾ ഒരു പ്രശ്നവും നേരിടാതെ പുറത്ത് നടക്കുകയാണ് എന്ന് ഇവർ പറയുന്നു. തിങ്കളാഴ്ച സഞ്ചയനം കഴിഞ്ഞ ശേഷം DGP ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകുമെന്ന് ഇരുവരും പറഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിലാണ് മുണ്ടേല രാജീവ് ഗാന്ധി റെസിഡൻസ് വെൽഫെയർ സഹകരണ സംഘം. പണം പിൻവലിക്കാൻ നിക്ഷേപകർ ദിവസവും സംഘത്തിൽ ബഹളമുണ്ടാക്കുന്നതിനിടയ്ക്കാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നവംബർ 20-ന് മുണ്ടേല മോഹനനെ അമ്പൂരിയിലെ ഒരു റിസോർട്ടിന് സമീപം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. കോൺഗ്രസിൽ നിന്ന് ഈയിടെ CPMൽ ചേർന്ന ജില്ലാ പഞ്ചായത്ത് അംഗം വെള്ളനാട് ശശി, ബാങ്കിൽ അന്വേഷിക്കാനെത്തിയ സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ബിനിൽ, സംഘം ചീഫ് അക്കൗണ്ടന്റ് മഞ്ജു, സെയിൽസ് വുമൺ അശ്വതി എന്ന മായ, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ അർച്ചന, ജൂനിയർ ക്ലർക്ക് ശ്രീജ എന്നിവരാണ് തന്റെ മരണത്തിനും ബാങ്കിന്റെ തകർച്ചയ്ക്കും പിന്നിലുള്ളത് എന്ന് മോഹനന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. 8 മാസമായി സംഘം തകരാൻ പോകുന്നുവെന്ന വ്യാജ പ്രചരണം നടത്തി നിക്ഷേപകരെ ഇളക്കിവിട്ട് തുക പിൻവലിപ്പിക്കാൻ ഇവർ ശ്രമിക്കുകയായിരുന്നുവെന്ന് കത്തിൽ ആരോപിക്കുന്നു. കഴിഞ്ഞ 2.5 പതിറ്റാണ്ടായി അരുവിക്കര, വെള്ളനാട് പഞ്ചായത്തുകളിലെ കോൺഗ്രസ് രാഷ്ട്രീയ പ്രവർത്തനം തന്നെയും ഈ സംഘത്തെയും കേന്ദ്രീകരിച്ചായിരുന്നുവെന്നും തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനാവശ്യമായ പണം വിവിധ ആളുകളുടെ പേരിൽ ബാങ്കിൽ നിന്ന് വായ്പയായി എടുത്താണ് കണ്ടെത്തിയിരുന്നത് എന്നും കത്തിൽ മോഹനൻ പറയുന്നു. ബാങ്ക് കടക്കെണിയിലായപ്പോൾ ഇതിന്റെ 80% രൂപ തന്റെ വസ്തുവകകൾ വിറ്റ് ബാങ്കിലേക്ക് തിരിച്ചടച്ചിട്ടുണ്ട് എന്നും മോഹനൻ അവകാശപ്പെടുന്നു. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിരുന്ന കാലത്ത് മുണ്ടേല മോഹനനുമായി നല്ല സൗഹൃദമായിരുന്നു. എന്നാൽ ബാങ്കുമായി അനധികൃതമായ ഇടപാടുകൾ ഒന്നും നടത്തിയിട്ടില്ല. നിക്ഷേപമുണ്ടായിരുന്നു, അത് പിൻവലിച്ചു. മറ്റ് കാര്യങ്ങളെല്ലാം അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് എന്നും ജില്ലാ പഞ്ചായത്ത് അംഗമായ വെള്ളനാട് ശശി പറയുന്നു.